നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 658th day. Today 17th sloka of Pradhama Skanda 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 658 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ധ്യാന ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകം. ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരിർ ഭജന്ന ഭക്വോത പദേ തദോ യദി യത്ര ക്വ വാ അഭദ്രമുഷ്യ കിം കോ വാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മത. ഓം തത്സത്. ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരിർ ഭജന്ന ഭക്വോത പദേ തദോ യദി യത്ര ക്വ വാ അഭൂതമുഷ്യ കിം കോ വാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മത. ഓം തത്സത്. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ തൻ്റെ ധർമ്മത്തെ ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട് ഹരിയുടെ ചരണാംബുജം പാദപത്മത്തെ ഭജിക്കുന്നവനായിട്ട് ഭജൻ എന്ന് പറഞ്ഞാൽ ഭജിക്കുന്നവനായിട്ട് അപക്വ പരിഭാഗം വരാത്തവനായിട്ട് തഥ അതിൽ നിന്നും പിന്നെ അതാ എന്ന് പറഞ്ഞാൽ പിന്നെ പതേ യഥി പതിക്കുമെങ്കിൽ അമുഷ്യ ഇവന് എത്ര കാ വാ എവിടെയെങ്കിലും അഭദ്രം അതായത് അഭദ്രം എന്ന് പറഞ്ഞാൽ അമംഗളം അഭൂത് കിം സംഭവിച്ചുവോ അഭജത ഭജിക്കാത്തവർക്ക് സ്വധർമ്മത സ്വധർമ്മം കൊണ്ട് കോവാ അർത്ഥ എന്തൊരർത്ഥം ആപ്ത എന്ന് പറഞ്ഞാൽ പ്രാപിക്കപ്പെട്ടു. അതായത് പദം പിരിക്കേണ്ടത് ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേ ഭജന്ന ഭജൻ അപക്വ തഥോ പദേ തഥോ യതി യത്ര ക്വ വാ അഭദ്രം അമുഷ്യ കിം കോ വാർത്ത കോ വാ അർത്ഥ. കോ വാർത്ത എന്നുള്ള ആ ഒരു വാക്ക് കോ വാ അർത്ഥ എങ്ങനെയാണ് പദം പിരിയുന്നത്. ആപ്തോ ഭജതാം സ്വധർമ്മത ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് തൻ്റെ ധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് പോലും ഹരിയുടെ ഭക്തി താൻ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ അല്പസ്വല്പം വ്യതിയാനം ഭവിച്ചിട്ടായാലും ആ ഭഗവാനിലുള്ള ഭക്തി ഉണ്ടെങ്കിൽ അവന് അതിൽ നിന്നും അഭദ്രമോ അമംഗളമോ സംഭവിക്കുകയില്ല. ഭഗവാനെ ഭജിച്ചിട്ട് പകുതിയിൽ നിർത്തേണ്ടി വന്നാലും വീണ്ടും അവനത് അടുത്ത ജന്മത്തിൽ സാധ്യമാകും. അതുകൊണ്ട് തന്നെ അവന് അതുകൊണ്ട് അമംഗളം സംഭവിക്കുകയില്ല. എന്നാൽ ഹരിയെ ഭജിക്കാത്തവർക്ക് സ്വന്തം ധർമ്മം ചെയ്താലും അതുകൊണ്ട് പ്രാപ്തമാകുന്നത് ഒന്നുമില്ല. എല്ലാറ്റിലും ഉപരിയായിട്ട് ഹരിഭക്തിയാണ് മുഖ്യം. ഹരിഭക്തിയെ ആദരിച്ചേ കഴിയൂ എന്നുള്ള തത്വത്തെ ജനങ്ങൾക്ക് ഉപദേശിക്കണം. അതിനുവേണ്ടി തന്നെ ഹരിഭക്തിയുള്ളവർ അല്പസ്വല്പം സ്വധർമ്മത്തിൽ നിന്ന് വെടിയേണ്ടി വന്നാലും അവർ വീണ്ടും അത് ഇതിലേക്ക് തിരിച്ചു വന്ന് നിലനിർത്തും. അവർക്ക് അമംഗളമോ മറ്റു സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കണം എന്ന് മുഖ്യമായിട്ട് അങ്ങനെ സംസാരമുക്തി ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന് പറയുകയാണ്.
നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ നിന്ന് സ്വധർമ്മനിഷ്ഠയിൽ കൂടി കുറച്ച് ആദരിക്കാതിരുന്നാലും ഹരിഭക്തി ഉണ്ടെങ്കിൽ അവർക്ക് മുക്തി ലഭിക്കും, ക്രമേണ മുക്തി ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു രചന നടത്തണം. സാധാരണ ജനങ്ങൾക്ക് ഹരിഭക്തിയെ പറ്റിയുള്ള മുഖ്യത്വം പറഞ്ഞു കൊടുക്കണം എന്ന് നാരദർ സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലെ കൂടി. ഏത് ഹരിഭക്തിയുള്ളവർ പാതിയിൽ ഒരുപക്ഷെ മരിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് വിട്ടുപോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തു പോയി അവർക്ക് എന്തെങ്കിലും അമംഗളം സംഭവിച്ചാലും വീണ്ടും ജന്മത്തിൽ അവർക്ക് ആ ഹരിഭക്തി തുടരുകയും അതിലൂടെ മുക്തി ലഭിക്കുകയും ചെയ്യും. വീണ്ടും ഹരിഭജനത്തിന് ഇടവരാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകും എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലേക്ക് കൂടി. എവിടെയെങ്കിലും ഒരു അമംഗളം സംഭവിച്ചു പോയാൽ തന്നെ അവർക്കതിൽ നിന്നും വീണ്ടും കരകയറി ആ ഹരിഭക്തിയിലേക്ക്, അമുഷ്യ എന്ന് പറഞ്ഞാൽ ഇവന് എത്ര കോവ, എവിടെയെങ്കിലും പതേത് എതി എന്ന് പറയുന്നതാണ് പതിക്കുമെങ്കിൽ. അതായത് എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാലും ആ ഭഗവത് ഭക്തന്മാർക്ക് അതിൽ നിന്നും കരകയറി വീണ്ടും ഭഗവത് ഭക്തിയിലൂടെ മോക്ഷം ലഭിക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരി. സ്വന്തം ധർമ്മം ത്യജിച്ചു പോയെങ്കിൽ, സ്വധർമ്മം ത്യജിച്ചു പോയെങ്കിലും ഹരിയുടെ ചരണാംബുജം, പാദപത്മം, ചരണം കാല്, പാദം, അംബുജം പത്മം, ചരണാംബുജം ഹരേർ, ഹരിയുടെ, ഭജേൻ അപക്വോത പതേ തതോയതി. ആ ഭജിക്കുന്ന അതിൽ എന്തെങ്കിലും ഒരു അപക്വം വന്നുപോയാൽ പോലും അതിലൊരു തെറ്റുമില്ല. അങ്ങനെയുള്ള ഹരിഭജനത്തിനുള്ള കഥകൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരീർ ഭജന്ന പക്വോത പദേ തതോയതി. യത്ര ക്വ വാ ഭദ്രമമുഷ്യ കിം. ഓം ശ്രീകൃഷ്ണായ നമഃ. യത്ര ക്വ വാ ഭദ്രമഭൂതമുഷ്യ കിം. കോ വാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മതഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.